അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ മുഖ്യപ്രതി നജീബിനെയും ഭാര്യ റഷീദയെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 18 വരെയാണ് കസ്റ്റഡി. നജീബിന്റെ ഉന്നത ബന്ധത്തിലും രാജ്യാന്തര ബന്ധത്തിലും അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് മുഖ്യപ്രതി നജീബിനെയും ഭാര്യ റഷീദയെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നജീബിന്റെ ഉന്നത ബന്ധത്തിലും രാജ്യാന്തര ബന്ധത്തിലും അന്വേഷണം ആവശ്യമാണ്. ചില സ്ഥാപനങ്ങളിൽ നിന്നും നജീബിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇത് പരിഗണിച്ചാണ് കോടതി നടപടി. കോടതിയിലെത്തിച്ച നജീബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു അവയവ കച്ചവടം പോലും നടന്നിട്ടില്ല. ഇല്ല, ആശുപത്രിയായിട്ട് യാതൊരു ബന്ധവും എനിക്കറിയില്ല. ഞാൻ 2 പ്രാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി എന്നല്ലാതെ വേറെ കഥയൊന്നും എനിക്കറിയില്ല. വ്യാജരേഖ ചമയ്ക്കാൻ സഹായിച്ച സിനി, സണ്ണി, സനോജ് എന്നിവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും റിമാൻഡ് ചെയ്തു. നജീബിന്റെ സ്വത്തുക്കൾ, കേസുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച വിവരം ശേഖരിക്കുകയാണ് പോലീസ്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.